ഞാൻ ഇതും കൂടി ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ പോവുകയാണ്. എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീടൊക്കെ പൂട്ടി ഇതാ ഇറങ്ങിയിട്ടുണ്ട്. മോളൂന് 1-2 സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾക്ക് ഓണം സ്പെഷ്യലായിട്ട് ഉള്ള ഡ്രസ്സുകൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മോളുൻ്റെ ഹസ്ബൻഡിൻ്റെ സ്കൂളിൽ ഓണം സ്പെഷ്യലായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഓക്ക് ചെത്തി വിളിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ പട്ടുപാവാട ഏതാവണോ എന്തെങ്കിലും അതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അവൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ ഹസ്ബൻഡ് കൂടി കോഴിക്കോട് മുഴുവൻ മൊത്തം കറങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മോളൂന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവളെ ഹസ്ബൻഡിനും ഐറൂസിനൊക്കെ കിട്ടി. അപ്പോൾ ആ ഒരു കളർ വെച്ചിട്ട് ഇവക്കും ഒരു ഏകദേശം ഒക്കുന്നൊരു കളർ നോക്കുകയാണ് ചെയ്തിട്ടില്ല. ഈ ഒരു ബ്ലൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതേപോലെ തന്നെ അതേ സെയിം എന്താ പറയുക, അതേ കളറല്ല, കളർ ചേഞ്ച് ആയിട്ടുള്ള മെറൂണും കണ്ടു. അത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ അവൾക്ക് വൈറ്റും വരണം എന്നൊക്കെ ഉള്ള രീതിയിലാണ് നോക്കുന്നത്. അങ്ങനെ പല പല ക്ലോത്ത് ഇതാ വെച്ച് നോക്കി മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കി. എനിക്കാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റാഫിന് എൻ്റെ കൂടെ കിട്ടിയിട്ടോ. എൻ്റെ പിന്നാലെ നടന്ന് ഏതാ വേണ്ടത് ഷാൾ കുറേ നോക്കി എല്ലാം മാച്ച് ചെയ്യേണ്ടത്. ധാവണിയൊക്കെ ആകുമ്പോൾ ഉടുക്കാൻ വേണ്ടിയിട്ട് ആ ഷാളൊക്കെ വരുന്ന ആ ഒരു രീതിയിൽ തന്നെ വേണമല്ലോ. അപ്പോൾ ഷാൾ മാച്ച് ആയിട്ടില്ലെങ്കിൽ പിന്നെ ടോപ്പ് റെഡി ആവില്ല. അങ്ങനെ കുറേ നേരം ഇതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് അവസാനം ഒരു വിധ സെറ്റായി ഞങ്ങൾ ബില്ലൊക്കെ അടക്കാൻ വേണ്ടിയിട്ട്. അവിടെ ആണെങ്കിൽ ഈ ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കണ്ടോ, നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ടു. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഒരുങ്ങി നിൽക്കണ കാണാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് ഇങ്ങനെ പോകുമ്പോൾ മമതയെ കയറിയിട്ട് ഇതും മുന്നേ എന്താ വെച്ചാൽ ലേസ് വേണം, 20 രൂപേൻ്റെ ലേസ് തന്നെ വേണം, 10 രൂപേൻ്റെ പോരാന്നു. അങ്ങനെ അത് വാങ്ങി. പിന്നെ ഞാൻ എന്താ പറയുക 1-2 സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി ഇങ്ങനെ മടങ്ങുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ കട ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കയറി. അപ്പോൾ അവിടെ കയറിയപ്പോൾ ഞങ്ങൾക്ക് കയ്യിലൊരു കുറച്ച് കടലൊക്കെ തന്നു, കടല വറുത്തതൊക്കെ തന്നു. അതൊക്കെ വാങ്ങിയതാണ്. ഞങ്ങളിങ്ങനെ നടന്ന് ഇങ്ങനെ പോവാണ്ട്. വൈകുന്നേരമാണ്, നല്ലൊരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കുറച്ച് നടക്കാനുള്ളൂ കസവകേന്ദ്രത്തിൽ നിന്ന്. അവിടെ നിന്ന് അങ്ങോട്ട് ഒന്ന് വളവ് തിരിഞ്ഞ് ഞങ്ങൾ വീടെത്തി. ഞങ്ങളിവിടെ എത്തിയിട്ടും എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിളിച്ച് നോക്കിയപ്പോൾ ഇവരെന്തോ സ്കൂൾ ബസ്സിന് എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് വർക്ക്ഷോപ്പിലാണ്, അവിടെ ഞാൻ 10 മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.